ഷിനോണ മാഡം നമുക്ക് സുപരിചിതയാണ്. എപ്പോഴും നിരവധി ക്ലാസ്സുകൾ നമുക്ക് എടുത്തിട്ടുണ്ട്. എല്ലാം എന്നുവെച്ചാല് നമുക്ക് തോന്നും മാം ഒരു ക്ലാസ്സിന് ശേഷം അടുത്ത ഒരു സീസൺ ടൈമിൽ വരുമ്പോ എല്ലാം പുതുമയായ സംഭവം എന്നുവെച്ചാല് എല്ലാം വ്യത്യസ്തമായ ഒരു ഒരു ഭയങ്കര എൻട്രി ആയിരിക്കും മാത്തിന്റെ. ഭയങ്കര എപ്പോഴും എല്ലാവരും ഒരു ഒരുപാട് നോളേജുകൾ നമുക്ക് ഷെയർ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിലൂടെയും നിരവധി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും അതുപോലെ തന്നെ നല്ല നല്ല ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള ശിരോമ മാഡത്തിനെ വളരെ സ്നേഹത്തോടെ ഇന്നത്തെ കോഫി ടോക്കിന്റെ ഈ ഫ്ലോറിലേക്ക് വെൽക്കം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഫൗണ്ടറായിട്ടുള്ള ഡോക്ടർ ഹിഷാം ഹൈദർ സാർ, അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി ഇന്നത്തെ ഈ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൂ ഈസ് യുവർ സൺഫ്ലവർ. അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നിങ്ങൾ എല്ലാവരും സൂര്യകാന്തി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? സൺഫ്ലവർ, സൂര്യകാന്തി പാടങ്ങൾ കണ്ടിട്ടുണ്ടോ? പാടം കാണാൻ പറ്റുന്നുണ്ടോ? നിൽക്കുന്ന സൂര്യകാന്തി പാടം കണ്ടിട്ടുള്ള, നേരിട്ട് കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പം തീർച്ചയായിട്ടും ഭയങ്കര ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു സൂര്യൻ പോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അല്ലേ? അതെ അതെ അതെ. അപ്പൊ ഇതിന് പുറകിൽ ഒരു സയൻസ് ഉണ്ട്. അപ്പൊ സാധാരണ പൂക്കൾ ഇങ്ങനെ തിരിയുന്നതായിട്ട്, സൂര്യനിലേക്ക് തിരിയുന്നതായിട്ട് എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യൂഷ്വലി അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷെ സൂര്യകാന്തിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, ഇല്ലേ? എന്താ അതിന്റെ പ്രത്യേകത? സൂര്യകാന്തിയുടെ പ്രത്യേകത എന്താ? ഉദയിക്കുമ്പോ സൂര്യനെ കാണൂ, അസ്തമിക്കുമ്പോ അത് ബെൻഡായിട്ട്. അതെ അതെ. അപ്പൊ സൂര്യകാന്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യനിലേക്ക് തിരിയുകയും സൂര്യൻ അസ്തമിക്കുന്നതിനനുസരിച്ച് ആ എങ്ങോട്ടാണോ അസ്തമിക്കുന്നത് അതിന്റെ ആ ഒരു ഡയറക്ഷനിലേക്ക് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പം ദ സയൻസ് ഓഫ് ടേണിംഗ് ടുവേർഡ്സ് ലൈറ്റിലേക്ക് തിരിയുന്നതിന്റെ പുറകിൽ ഒരു സയൻസ് ഉണ്ട്. സൺഫ്ലവർ എക്സിബിറ്റ് ചെയ്യുന്ന ഹെലിയോട്രോപ്പിസം എന്ന് പറയുന്ന ഒരു മെക്കാനിസമാണ് അവിടെ സംഭവിക്കുന്നത്. ഇപ്പൊ നമ്മള് പ്ലാന്റ്സിൽ ഒരുപാട് തരത്തിലുള്ള ഇപ്പം ബോട്ടണി അല്ലെങ്കിൽ അങ്ങനത്തെ അതിലേക്ക് സ്റ്റഡീസ് നടത്തുന്നവർക്കറിയാം, ഒരുപാട് തരത്തിലുള്ള മെക്കാനിസമാണ് ഇതിൽ സംഭവിക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതായിട്ടും ഒക്കെ നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, സ്കൂൾ ടൈമിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് സൺഫ്ലവറിന്റെ ഭാഗത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ യൂഷ്വലി ഈ ഒരു മെക്കാനിസം അല്ലെങ്കിൽ ഈ ഒരു ഫിസിക്കലി റൊട്ടേറ്റ് ചെയ്യുന്ന, സണ്ണിലേക്ക് റൊട്ടേറ്റ് ചെയ്യുകയും ഡേ ടൈമിൽ റൊട്ടേറ്റ് ചെയ്യുകയും ദിസ് ഈസ് റാൻഡംലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊരു ബയോളജിക്കൽ ഡ്രിവൺ ടുവേർഡ്സ് ദ സോഴ്സ് ഓഫ് എനർജി, വാംത്ത്, ഗ്രോത്ത്, എനർജിയിലോട്ട്, വാംത്തിലോട്ട്, ഗ്രോത്തിലോട്ടൊക്കെ ഇങ്ങനെ വളയുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊരു പ്ലാൻഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ടേണിംഗ് ടുവേർഡ്സ് സൺലൈറ്റ് ടു മാക്സിമം ഫോട്ടോസിന്തസിസ് ആൻഡ് ട്രൈവ്. ഒരു ഫോട്ടോസിന്തസിസ് നമുക്കറിയാം, പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ ഫോട്ടോസിന്തസിസ് എന്ന് പറയാം. അപ്പോൾ അത് നല്ല മാക്സിമം ആയിട്ട് സംഭവിക്കാൻ വേണ്ടി ഈ പ്ലാന്റ്, സൺഫ്ലവർ ആവുന്ന ഈ പ്ലാന്റ് എന്ത് ചെയ്യും? സൂര്യനിലേക്ക് മാക്സിമം തിരിയുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ മനുഷ്യനിൽ എന്താ സംഭവിക്കുന്നത്? ഹ്യൂമന്റെ ഭാഗം നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ ഹ്യൂമൻ എന്താ സംഭവിക്കുന്നത്? ടേൺ ടുവേർഡ്സ് പീപ്പിൾ, ബിലീഫ്സ്, എൻവിറോൺമെന്റ് ദാറ്റ് ഫ്യൂവൽ ഇമോഷണൽ ഗ്രോത്ത്. മനുഷ്യന് ഇമോഷണൽ ഗ്രോത്ത് എന്തൊക്കെ തരത്തിൽ കിട്ടുന്നോ ആ ഭാഗത്തേക്ക് എല്ലാം മനുഷ്യൻ എന്ത് ചെയ്യും? ഹലോ, എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല, സോ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. മനുഷ്യൻ എന്ത് ചെയ്യും? ആ സൈഡിലേക്ക് ബെൻഡ് ചെയ്യുന്ന ടു ഗോ ടുവേർഡ്സ് ദം. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ സൂര്യകാന്തി ഇങ്ങനെ തിരിയുന്നത് പോലെ എവിടുന്നാണോ എനർജി കിട്ടുന്നത്, ചൂട് കിട്ടുന്നത്, ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നത്, ഇതെല്ലാം കിട്ടുന്ന ആ സ്ഥലത്തേക്ക് സൂര്യകാന്തി തിരിയുന്നത് പോലെ മനുഷ്യനും തിരിയുന്നുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മനുഷ്യനും തിരിയുന്നില്ലേ? നമ്മൾ തിരിയുന്നില്ലേ? നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ കേൾക്കാൻ എത്ര പേർക്ക് ഇഷ്ടമാ? രാവിലെ മുതൽ നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാരെ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുവോ? ഇല്ല, കേൾക്കാനിരിക്കില്ല മാഡം.
അതെ. നമ്മള് യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മള് ഇൻസ്റ്റഗ്രാമില്, അല്ലെങ്കിൽ ഏത് സാധനമാണെങ്കിലും, ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും, ഇനിയും നമ്മൾ ഫോണൊന്നും വേണ്ട, നമ്മള് റിയൽ ആയിട്ടൊരു മനുഷ്യനെ കേൾക്കുകയാണെങ്കിൽ, കാണുവാണെങ്കിൽ, നമ്മളെല്ലാം എപ്പോഴും നമ്മളോട് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നമുക്ക് എനർജി കിട്ടുന്ന, ആ എനർജി ഫ്ലോ ചെയ്യുന്ന, ആ ഒരു ചൂട് കിട്ടുന്ന, അല്ലെങ്കിൽ ആ ഒരു വളർച്ചയ്ക്ക് സഹായമായിട്ടുള്ള ആളുകളിലേക്കായിരിക്കും നമ്മൾ തിരിയുന്നത്. സോ ടേണിംഗ് ടുവേർഡ്സ് പീപ്പിൾ, ബിലീഫ്, എൻവയോൺമെന്റ് ദാറ്റ് ഫ്യൂവൽ ഇമോഷണൽ ഗ്രോത്തിന് സഹായകരമായിട്ടുള്ള ആളുകളിലേക്കാണ് നമ്മൾ പൊതുവെ തിരിയാറ്. സോ ഇതിന്റെ ഒരു ഇൻസൈറ്റ് എന്ന് പറയുന്നത്, യു ഓൾവേസ് ഗ്രോ ടുവേർഡ്സ് സംവൺ ഓർ സംതിങ്. ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട്, എന്താണെന്നുള്ളതാണ്, എന്തിലേക്കാണ്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ തിരിയുന്നതെന്നുള്ളതാണ് ആക്ച്വലി അവിടുത്തെ ഒരു ഇൻസൈറ്റ് ആയിട്ട് നമ്മൾ കാണേണ്ടത്. എന്താ നമ്മൾ എടുക്കുന്നത്, നമ്മൾ അല്ലെങ്കിൽ ചിന്തിക്കേണ്ടിയത് എന്ത് തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ തിരിയുന്നതെന്നുള്ളതാണ്. ജസ്റ്റ് ലൈക്ക് ദ സൺഫ്ലവർ, യുവർ ഗ്രോത്ത് ഡിപ്പെൻഡ് ഓൺ വേർ യു ചൂസ് ടു ടേൺ എവറി ഡേ. നമ്മൾ ഈ സൺഫ്ലവർ സണ്ണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലെ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് എവറി ഡേ, എല്ലാ ദിവസവും നിങ്ങൾ എങ്ങോട്ടാണ് ടേൺ ചെയ്യുന്നതെന്നുള്ളതാണ്. സോ യുവർ ഇൻവിസിബിൾ ഇൻഫ്ലുവൻസ്, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളിലേക്ക് നമ്മളെ എന്താണോ ഇൻവിസിബിളി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, നമ്മൾ ചിലപ്പം ഈ സൂര്യകാന്തി സൂര്യനെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് പോലെ, സൂര്യനാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് പോലെ, അത് വേണമെങ്കിൽ നമുക്ക് ഇൻവിസിബിൾ ആണെന്ന് നമുക്ക് ഒരു തരത്തിൽ വേണമെങ്കിൽ പറയാം. സൂര്യനെ നേരിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഇൻവിസിബിൾ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ അതിന്റെ ഒരു തലം നോക്കിക്കഴിഞ്ഞാൽ, മനുഷ്യന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, വളരെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഫ്ലുവൻസ് കാരണമാണ് നമ്മൾ എന്ന വ്യക്തി ഇന്ന് നമ്മളായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. സോ just as a sunflower is shaped by where the sun is, your identity, habits, future are shaped by the invisible factors around every day. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഓരോ ദിവസവും സംഭവിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ നിങ്ങളുടെ ഐഡന്റിറ്റി, ഹാബിറ്റ്, ഫ്യൂച്ചർ, ഇതിനെല്ലാം ഷേപ്പ് ചെയ്യുന്ന വ്യത്യസ്തമായ കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. സോ അതിനകത്ത് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഫാമിലി, റിലേഷൻഷിപ്പ്, ഫാമിലിയും റിലേഷൻഷിപ്പുമായിട്ടുള്ള കാര്യങ്ങൾ, മെന്റേഴ്സ്, ടീച്ചേഴ്സ്, നമ്മളെ പഠിപ്പിച്ച് നമ്മുടെ അധ്യാപകർ, നമ്മുടെ മെന്റേഴ്സ്. ഇനി വളരെ പ്രധാനപ്പെട്ട, ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് കണ്ടന്റുകൾ. നമ്മൾ എന്തൊക്കെ കണ്ടന്റുകളാണ് നമ്മൾ നോക്കാറുള്ളത്, ബിലീഫ് സിസ്റ്റം, അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് ടോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അടുത്തത് എൻവിറോൺമെന്റൽ ആൻഡ് ഹാബിറ്റ്സ്. അപ്പോൾ നമ്മൾ ഇനി ഫസ്റ്റ് നമ്മൾ ഫാമിലി ആൻഡ് റിലേഷൻഷിപ്പ് എടുക്കുകയാണെങ്കിൽ, പീപ്പിൾ ഹു ലവ്, സപ്പോർട്ട് ആൻഡ് ഷേപ്പ് യു, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, ഷേപ്പ് ചെയ്യുന്ന ആളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതൊരു വളരെ വലിയൊരു ഇൻഫ്ലുവൻസ് ആണ്. അടുത്തത് മെന്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്, ദ ഗൈഡൻസ് ആൻഡ് വിസ്ഡം ദാറ്റ് ഇൻസ്പയർ യു. ഇപ്പം പുസ്തകങ്ങൾക്കപ്പുറം നമ്മൾ സ്കൂളിൽ നമുക്ക് എല്ലാവർക്കും ഒരേ സിലബസ് ആണ്, പക്ഷെ നമ്മളെ നമ്മുടെ മെന്റേഴ്സും ടീച്ചേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്തത് വ്യത്യസ്തമായ രീതിയിലാണ്. ശരിയല്ലേ? നമുക്ക് ചില ടീച്ചേഴ്സിനോട് ഭയങ്കരമായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ട് വേണം, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ചില കുട്ടികൾ എന്തുകൊണ്ടാണ് മാത്സ് കൂടുതൽ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഹിന്ദി കൂടുതൽ പഠിക്കുന്നത്, അല്ലെങ്കിൽ ചില സബ്ജക്ട്സിനോട് ഭയങ്കര ഇഷ്ടം തോന്നുന്നത്, അല്ലെങ്കിൽ ചില ടീച്ചേഴ്സിനോട് നമുക്ക് ഭയങ്കരമായിട്ടൊരു അടുപ്പം തോന്നുന്നത്, അത് ആ ഒരു ഇൻഫ്ലുവൻസിന്റെ ഭാഗമാണ്. പുസ്തകങ്ങൾക്ക് അപ്പുറം ടീച്ചേഴ്സ് പറഞ്ഞു തന്ന, അല്ലെങ്കിൽ മെന്റേഴ്സ് പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എന്ന വ്യക്തി ഇന്ന് നമ്മൾ ആയതിന്റെ പുറകിൽ ചിലപ്പോൾ അവരുടെ ഒരു വാക്കായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു വിശ്വാസമായിരിക്കാം. ഒട്ടും പഠിക്കാത്തൊരു കുട്ടിയോട് എപ്പോഴും ടീച്ചർ പറഞ്ഞാൽ എനിക്ക് നിന്നെ നല്ല വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഉറപ്പായിട്ടും ആ കുട്ടിയുടെ ലൈഫ് മാറി പറഞ്ഞിട്ടുണ്ടാവും. ആ ടീച്ചർ കൊടുത്തൊരു വിശ്വാസം ഒരിക്കലും പോവരുതേ എന്നുള്ള ആ ഒരു ധൈര്യത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ഉറപ്പിന്മേൽ കുട്ടി ചിലപ്പോൾ മുന്നോട്ട് നന്നായി പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ കുട്ടിയുടെ പ്രതീക്ഷ നഷ്ടപ്പെടാതിരുന്നിട്ടുണ്ടാവും. സോ മെന്റേഴ്സ്, ടീച്ചേഴ്സ് കൊടുക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ആൻഡ് കോണ്ടന്റ്സ്. അപ്പം നമുക്കറിയാം പലതരത്തിലുള്ള കോണ്ടന്റ്സ് ആണ് ഓരോ ദിവസവും നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ വാട്ട് യു വാച്ച്, നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്, എന്തൊക്കെയാണ് വായിക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകുന്നത്, അതെല്ലാം നിങ്ങളെ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ നിമിഷവും ഓരോ ദിവസവും നിങ്ങൾ
എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് ഇപ്പൊ കാണുന്നത്. പണ്ട് ഇത്രയും സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവ് ആകുന്നതിന് മുൻപ് നമ്മൾ ചിലപ്പോൾ നമ്മളൊരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടി പോയി ഒരു 10 പേരെ കാണുമായിരിക്കും, അല്ലെങ്കിൽ ഒരു 15 പേരെ, 20 പേരെ. ഇതിൽ കൂടുതൽ നമുക്ക് ഒരാൾക്കാരെ കാണേണ്ട ഒരു ആവശ്യം വരുന്നില്ല. സാധാരണയായിട്ട് ട്രെയിനിങ് എടുക്കാൻ പോകുന്നവരുടെ അല്ല ഉദ്ദേശിച്ചത്. സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുൻപ് നമ്മളൊന്ന് ശരിക്കും നമ്മളെ ഒന്ന് മനസ്സിലാക്കുവാണെങ്കിൽ ആക്ച്വലി നമ്മൾ ഇന്നത്തെ ഒരു ടൈമില് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം നമ്മൾ എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരെ ഒരു ദിവസം കാണുന്നത്. എത്രയോ വീഡിയോസിലൂടെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ നമ്മൾ റെഗുലർ ആയിട്ട് കാണുന്നവര്, അല്ലെങ്കിൽ നമ്മൾ റാൻഡംലി കണ്ടുപോയവര്, അങ്ങനെ നമ്മൾ വാച്ച് ചെയ്യുന്ന ആൾക്കാര് അവരെല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ആശയങ്ങളെ മാറ്റിമറിക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ മാറ്റിമറിക്കുന്നുണ്ട്. സോ സോഷ്യൽ മീഡിയ ആൻഡ് കോണ്ടന്റ്സ് തരുന്ന ഇൻഫ്ലുവൻസ് വളരെ വലുതാണ്. അടുത്തത് നമ്മുടെ ബിലീഫ് സിസ്റ്റം, അല്ലെങ്കിൽ സെൽഫ് ടോക്ക്, നമ്മുടെ ഇൻഡ്യൂഷൻ എന്നൊക്കെ പറയാം. ചിലപ്പോൾ നമ്മുടെ ഇൻഡ്യൂഷൻസ് ആണ് പലപ്പോഴും നമ്മളെ നേരായ പാതയിൽ നടത്തുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് ഇൻഡയറക്ട്ലി നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. സോ ഇൻഫ്ലുവൻസ്, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ബിലീഫ് സിസ്റ്റം തരുന്ന ഒരു ഇൻഫ്ലുവൻസ് വളരെ അധികമാണ്. അത് ചിലപ്പോൾ നമ്മുടെ ചെറിയ പ്രായം മുതൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആരൊക്കെയോ നമ്മൾ ഇട്ട് തന്ന ഒരു ബിലീഫ് സിസ്റ്റം, അത് നമ്മൾ ഇങ്ങനെ വളർത്തി ആ ഒരു ബിലീഫ് സിസ്റ്റം, അത് വേണമെങ്കിൽ റിലീജിയസിലോട്ട് വേണമെങ്കിൽ തിരിക്കാം, എങ്ങനെ വേണമെങ്കിലും, ഏത് തരത്തിലുള്ള ബിലീഫ് സിസ്റ്റം ആണെങ്കിലും സെൽഫ് ടോക്ക് ആണെങ്കിലും, ഇതെല്ലാം ദ വേ യു തിങ്ക് അബൌട്ട് യുവർ സെൽഫ് ബിക്കം യുവർ റിയാലിറ്റി. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളെ കുറിച്ച് കാണുന്നത് അതൊരു റിയാലിറ്റി ആയിട്ട് നാളെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നിങ്ങളൊരു ഭീരുവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സദസ്സിനെ അഭിമുഖീകരിക്കാൻ വളരെ പാടായിരിക്കും. സോ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം എങ്ങനെയാണോ, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളെ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. സോ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് കൊടുക്കുന്ന ഡെഫിനിഷൻ, അതാണ് യഥാർത്ഥ നിങ്ങള്. ബാക്കിയുള്ളവർ പറയുന്നതെല്ലാം അവരുടെ ചിന്തകളാണ്. ആക്ച്വലി നിങ്ങൾ എന്താണോ നിങ്ങളെ കുറിച്ച് പറയുന്നത് അതാണ് യഥാർത്ഥ നിങ്ങൾ. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും നിങ്ങളുടേതായ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടായിരിക്കണം, നിങ്ങളുടേതായ ഒരു ഡെഫിനിഷൻ ഉണ്ടായിരിക്കണം. സോ അത് നമ്മൾ വിശദമായിട്ട് അടുത്ത സ്ലൈഡുകളിൽ പറയുന്നുണ്ട്. സോ ബിലീഫ് സിസ്റ്റം, സെൽഫ് ടോക്ക്, ഇതെല്ലാം നിങ്ങളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അടുത്തത് ലൈഫ് എക്സ്പീരിയൻസ്, അതൊരു മറ്റൊരു വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. ലൈഫ് എക്സ്പീരിയൻസ്, നമ്മൾ എത്ര നല്ല സാഹചര്യത്തിൽ വളർന്നാലും അല്ലെങ്കിൽ എത്ര മോശം സാഹചര്യത്തിൽ വളർന്നാലും, എന്ത് തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോയാലും പല എക്സ്പീരിയൻസ് ആണ്, നമ്മുടെ അനുഭവങ്ങളാണ് പലപ്പോഴും നമ്മളെ ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പലപ്പോഴും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവുന്നത്. ഇനിയും നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ എത്ര മോൾഡ് ചെയ്താലും, നമ്മുടെ ഫാമിലി എത്ര നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്താലും, സോഷ്യൽ മീഡിയ കോണ്ടന്റ്സ് എത്ര ഇൻഫ്ലുവൻസ് ചെയ്താലും, എക്സ്പീരിയൻസ് തരുന്ന ഒരു ഇൻഫ്ലുവൻസ് അതൊരു മറ്റൊരു തലത്തിൽ നമ്മളെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അടുത്തത് നമ്മുടെ ചുറ്റുപാടുകളിലെ ഡെയിലി ഹാബിറ്റ്സ്, നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഹാബിറ്റ്. ചെറിയ രീതിയിൽ കൂട്ടുകാരുടെ ഇടയിൽ പുകവലിച്ചു തുടങ്ങിയ ഒരു വ്യക്തി പുകവലിക്ക് അടിമയായി പോയ ഒരവസ്ഥ, അതൊരു ഇൻഫ്ലുവൻസ് ആണ്, അല്ലെങ്കിൽ അതൊരു ഡെയിലി ഹാബിറ്റിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു കാര്യം സ്ഥിരമായി പോയപ്പോഴുണ്ടായ ആ വ്യക്തിയിലുണ്ടായ ഒരു മാറ്റം. സോ എൻവിറോൺമെന്റ്, ഡെയിലി ഹാബിറ്റ്സ്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഹലോ, ഉറങ്ങിപ്പോയോ? തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. സോ സൈക്കോളജി ഓഫ് ഈ ഇൻഫ്ലുവൻസിന്റെ പുറകിലുള്ള ഒരു സൈക്കോളജി ഓഫ് ഇൻഫ്ലുവൻസിന് പുറകിൽ എന്തെങ്കിലും സൈക്കോളജി ഉണ്ടോ? വി ഡോണ്ട് ഗ്രോ ഇൻ ഐസൊലേഷൻ, വി ഗ്രോ ഇൻ കണക്ഷൻസ്. നമ്മൾ ആരും തന്നെ ഐസൊലേഷനിലല്ല വളരുന്നത്, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു കാര്യങ്ങളൊന്നും ഇല്ലാതെ, ഫാമിലി റിലേഷൻഷിപ്പ്, സോഷ്യൽ മീഡിയ കോണ്ടന്റ്, മെന്റേഴ്സ്, ടീച്ചേഴ്സ്, ബിലീഫ് സിസ്റ്റം, എൻവിറോൺമെന്റ്, ലൈഫ് എക്സ്പീരിയൻസ്, ഇതൊന്നും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാതെ ഐസൊലേറ്റഡ് ആയിട്ട് വളരുന്നെന്ന് പറയുന്ന ആരും തന്നെ ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ സ്വയം ഓക്കെ. സോ നമ്മൾ എല്ലാവരും കണക്ഷൻസിലൂടെയാണ് വളരുന്നത്. നമ്മുടെ ആദ്യമായിട്ടുണ്ടായ ഒരു കണക്ഷനാണ് അമ്മ, അച്ഛൻ, നമ്മുടെ സഹോദരങ്ങള്. അങ്ങനെ കണക്ഷൻസിലൂടെ നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ബിസിനസ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ ജോലി സ്ഥലങ്ങളിൽ എന്ത് കാര്യം എടുത്തു കഴിഞ്ഞാലും അതെല്ലാം based on connections ആണ്. The people around us shape the way we think, we feel, we become. ഇതെല്ലാം നമ്മുടെ കണക്ഷൻസിലൂടെ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പം ഇവിടെ സൈക്കോളജി അല്ലെങ്കിൽ ന്യൂറോ സയൻസ് കണ്ടെത്തിയ ഒരു കാര്യമുണ്ട്, മിറർ ന്യൂറോൺസ് എന്ന് പറയും. ഇമോഷണൽ കണക്ഷൻസിനെ
കുറിച്ച് പഠിക്കുന്ന അവർ കൺഫേം ചെയ്തൊരു കാര്യമാണ്. നമ്മുടെ കണ്ണാടിയിൽ അല്ലെങ്കിൽ മിററിൽ നമ്മൾ എന്താണ് കാണുന്നത്? ഹലോ, നമ്മള് കണ്ണാടിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ തന്നെ കാണും. ഇത് തന്നെയാണ് ന്യൂറോ സയൻസ് കൺഫേം ചെയ്തത്. മിറർ നെർവ്സ് എന്ന് പറയുന്ന കോഴ്സ് നമ്മള് പോലും അറിയാതെ നമ്മളത് മിമിക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതായത് നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികളുടെ ബിഹേവിയർ, അവരുടെ എനർജി നമ്മളിലേക്ക് അല്ലെങ്കിൽ ഇമോഷൻസ് നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് എമിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് സൂര്യന്റെ രശ്മികൾ എമിറ്റ് ചെയ്യുന്നത് പോലെ, സൂര്യകാന്തിയിലേക്ക് എമിറ്റ് ചെയ്യുന്നത് പോലെ നമ്മളിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ആൾക്കാരുടെ എനർജി, ഇമോഷൻസ്, ബിഹേവിയർ ഇതെല്ലാം തന്നെ എമിറ്റ് ചെയ്യപ്പെടുന്നു. വെൻ യു സ്പെൻഡ് ടൈം വിത്ത് സമ്മൺ ആൻഷ്യസ്, നമുക്ക് എന്ത് സംഭവിക്കുന്നു? ആൻഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയോട് കൂടി നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഭയങ്കര ആൻഷ്യസ് ആവും. ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ധൈര്യമൊക്കെ ഉള്ള ആളാണ്. സോ നമ്മൾ അങ്ങനെ കേൾക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മളും ആൻഷ്യസ് ആവാൻ വേണ്ടി തുടങ്ങും. വെൻ യു ആർ വിത്ത് സമ്മൺ ഇൻസ്പയർഡ്, നമ്മൾ ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ യു ഫീൽ ഇൻസ്പയർഡ്, നിങ്ങളും ഇൻസ്പയർഡ് ആവുകയാണ്. സോ ഫാമിലി റിലേഷൻഷിപ്പിലും മെന്ററിങ്ങിലും അല്ലെങ്കിൽ മെന്റേഴ്സിന്റെ കൂടെ ആണെങ്കിലും സോഷ്യൽ മീഡിയ കോണ്ടന്റിലും ഇതിവിടെ എല്ലാം സംഭവിക്കുന്നത്. ഫാമിലി റിലേഷനിലാണെങ്കിൽ ദേ പ്ലാൻ ദ സീഡ് ഓഫ് ഹൂ യു ബിക്കം. നിങ്ങൾ ആരാണ് ആവേണ്ടത് അതിലൊരു സീഡാണ് ഇട്ട് തരുന്നത്. അച്ഛനും അമ്മയും അല്ലെങ്കിൽ അമ്മയൊക്കെ നമ്മൾ ഉണ്ടാവുന്ന സമയത്ത് ചെയ്യുന്നത് അവിടെ ഒരു സീഡ് ഇട്ട് തരുവാണ്. ഇനി മെന്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നത്? ദേ ഷോ യു പോസിബിലിറ്റീസ് ബിയോണ്ട് ലിമിറ്റ്സ്. നിങ്ങളുടെ ലിമിറ്റിനപ്പുറം ഒരു കുട്ടിക്ക് എനിക്ക് മാത്സ്, എനിക്ക് പ്ലസും മൈനസും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോഴും അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത് അതിന് ആ കുട്ടിയുടെ ബിയോണ്ട് ആ ഒരു ലിമിറ്റിനപ്പുറം പറ്റുമെന്ന ഒരു കാര്യം ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അത് അറിഞ്ഞോ അറിയാതെ അതിനുള്ളിലേക്ക് കിട്ടുന്നത്, ആ കുട്ടിയുടെ ഉള്ളിലേക്ക് കിട്ടുന്നത്, ഓക്കെ എനിക്ക് എന്റെ ഈ ലിമിറ്റിനപ്പുറം എനിക്ക് എന്തൊരു സാധ്യതയുണ്ട്, ആ ലിമിറ്റിനെ ബ്രേക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് സോഷ്യൽ മീഡിയ ആൻഡ് കോണ്ടന്റ് എന്താ ചെയ്യുന്നത്? ഇറ്റ് ഫീൽസ് യുവർ മൈൻഡ് ചൂസ് വാട്ട് ഫീഡ്സ് യുവർ ഫ്യൂച്ചർ. നിങ്ങളുടെ ഫ്യൂച്ചറിനെ എന്താണ് ഫീഡ് ചെയ്യേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്യാനുള്ളൊരു കാര്യം ആക്ച്വലി നിങ്ങൾ അറിഞ്ഞോ അറിയാതെ അവിടെ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി സെൽഫ് ബിലീഫ് അല്ലെങ്കിൽ സെൽഫ് ടോക്ക് എന്ന് പറയുമ്പോൾ യുവർ ഇന്നർ വോയിസ് ബിക്കം യുവർ റിയാലിറ്റി. ഇന്നർ വോയിസ്, ഇൻഡ്യൂഷൻ നിങ്ങളുടെ റിയാലിറ്റി ആയിട്ട് മാറുവാണ്. എല്ലാ ദിവസവും എന്നെ കൊള്ളത്തില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നത്? നാളെ നമുക്ക് എത്ര കഴിവുണ്ടെങ്കിലും നമ്മളെ കൊള്ളത്തില്ല എന്നൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ലെങ്കിൽ എന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്നൊരു ചിന്ത ആ വ്യക്തിയെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ടാവും. തിരിച്ച് നമുക്ക് വലിയ കഴിവുകളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയെ നമ്മൾ എടുത്തോ, ആ വ്യക്തിയുടെ എല്ലാ ദിവസവും ഉള്ള സെൽഫ് ബിലീഫും സെൽഫ് ടോക്കും അല്ലെങ്കിൽ അഫർമേഷൻസും ആ പോസിറ്റീവ് അഫർമേഷൻസും ആ വ്യക്തിയെ സാരമായിട്ട് ബാധിച്ച് ഒരു ചില മാസങ്ങൾക്ക്, ചില ദിവസങ്ങൾക്ക് ശേഷം ചിലപ്പം ഭയങ്കര റാൻഡം ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാവും. സോ സെൽഫ് ടോക്ക് ആൻഡ് സെൽഫ് ബിലീഫ് വളരെ കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമാണ്. സോ അടുത്തത് ലൈഫ് എക്സ്പീരിയൻസ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് നമ്മളെ സാരമായിട്ട് ബാധിക്കാറുണ്ട്. സോ ദേ ടീച്ചേഴ്സ് ബ്രേക്ക് യു ആൻഡ് ബിൽഡ് യു. ചിലപ്പോൾ നമ്മളെ പണിയാറുണ്ട്, ചിലപ്പോൾ നമ്മളെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ചിലപ്പോൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ നമ്മളെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാവും ചില എക്സ്പീരിയൻസ്, ചിലപ്പോൾ നമ്മളെ നന്നായിട്ട് പണിതിട്ടുണ്ടാവും. സോ ഇതെല്ലാം ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മുടെ ചുറ്റുപാടും ഹാബിറ്റ്സ് എടുക്കുകയാണെങ്കിൽ യുവർ സറൗണ്ടിങ്സ് ഡിസൈൻ യുവർ ഡെയിലി ഡെസ്റ്റിനി. ഡെയിലി ഡെസ്റ്റിനി ഡിസൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ സറൗണ്ടിങ്സും നമ്മുടെ ഹാബിറ്റും. അപ്പം സറൗണ്ട് യുവർ സെൽഫ് വിത്ത് സൺലൈറ്റ്. നമ്മുടെ സൺലൈറ്റിന്റെ, നമ്മുടെ ഈ സൂര്യകാന്തി സൺലൈറ്റുമായിട്ട് സറൗണ്ട് ചെയ്യപ്പെടുന്നത് പോലെ ബിക്കം ഹൂ യു ആർ മെൻ ടു ബി. നമ്മൾ ആരാണോ ആവേണ്ടിയത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ ആവാൻ നിങ്ങൾ തന്നെ ശ്രമിക്കുക. അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് അങ്ങനെയുള്ള സൺലൈറ്റ് നമുക്ക് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താണോ ആവാൻ ആഗ്രഹിച്ചത് അവിടെ ആ ഒരു സ്ഥലത്തേക്ക് എത്താൻ ആ ഒരു ദൈർഘ്യം കുറയുകയും നമുക്ക് ആ സ്ഥലത്തേക്ക് എത്താൻ കുറച്ചും കൂടെ ഈസി ആവുകയും ചെയ്യും. സോ ഇതാണ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്, സൈക്കോളജിയുടെ ഇൻഫ്ലുവൻസിന്റെ പുറകിലെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത് ഇതാണ്. ന്യൂറോ സയൻസ് കൺഫേം ചെയ്തിട്ടുള്ള, ഒരുപാട് സ്റ്റഡീസ് നടത്തിയിട്ടുള്ള മിറർ ന്യൂറോൺസ് നമ്മളിൽ സാരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, സാരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർക്കുക. അങ്ങനെയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തിയറിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, ദ സൺഫ്ലവർ തിയറി. സൺഫ്ലവർ തിയറി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല.
സൺഫ്ലവർ മാഡം, മാഡം ഈ സൺഫ്ലവർ തിയറി എന്ന് പറയുമ്പം ഇതിപ്പോ സൂര്യൻ ഇല്ലാത്ത സമയത്ത് അവ പരസ്പരം ഫേസ് ടു ഫേസ് ആയി നിൽക്കുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ അതെ അതെ അതെ, തീർച്ചയായിട്ടും. ബ്യൂട്ടിഫുൾ. സോ സൺഫ്ലവർ തിയറി എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തിയറിയാണ്. എല്ലാവരും നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു തിയറിയാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ആരെങ്കിലും ഒരു സൺഫ്ലവർ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗിഫ്റ്റ് ചെയ്യുന്ന സൺഫ്ലവർ എപ്പോഴും 2 എണ്ണം ആയിരിക്കണം എന്നാണ് സൺഫ്ലവർ തിയറി പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, വെൻ യു ഗിഫ്റ്റ് സംവൺ 2 സൺഫ്ലവേഴ്സ്, യു ആർ നോട്ട് ജസ്റ്റ് ഗിവിംഗ് ഫ്ലവേഴ്സ്. നമ്മൾ വെറുതെ ഒരു ഫ്ലവർ കൊടുക്കുകയല്ല, നിങ്ങൾ അറിയാതെ യു ആർ ഗിവിംഗ് എ പ്രോമിസ്. നിങ്ങളൊരു പ്രോമിസ് കൊടുക്കുക. ഇൻ ദ ഡേ ടൈം when the sun is there, sunflower face towards the sun. ഡേ ടൈമിൽ എന്താ സംഭവിക്കുന്നത്? സൺഫ്ലവർ എപ്പോഴും സണ്ണിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. പക്ഷെ രാത്രിയിൽ എന്താണ് സംഭവിക്കുന്നത്? when it become darker, one sunflower face the other and they become light to each other. ഒരു സൺഫ്ലവർ മറ്റൊരു സൺഫ്ലവറിലേക്ക് ഫേസ് ചെയ്യുകയും അത് രണ്ടും പരസ്പരം ലൈറ്റ് ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. സോ അതെന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, യു ബോത്ത് ചേസ് ദ ലൈറ്റ്, യു ബോത്ത് ഗ്രോ, യു ബോത്ത് കീപ് ചൂസിങ് ഹോപ്പ്. നിങ്ങൾ ഹോപ്പ് പരസ്പരം അവിടെ ഷെയർ ചെയ്യപ്പെടുന്നു, അവിടെ ലൈറ്റ് കൊടുക്കുന്നു, വളർച്ച ഉണ്ടാവുന്നു. അതിന്റെ പുറകിൽ 2 സൺഫ്ലവർ കൊടുക്കുമ്പോൾ അവിടെ ഒരു പ്രോമിസ് ആണ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ദ പ്രോമിസ് ബിഹൈൻഡ് 2 സൺഫ്ലവേഴ്സ്. സൺഫ്ലവറിന്റെ പുറകിൽ 2 സൺഫ്ലവർ കൊടുക്കുമ്പോൾ അവിടെ ഒരു പ്രോമിസ് ആണ് ചെയ്യുന്നത്. ഈവൻ ഇൻ ദ ഡാർക്കസ്റ്റ് ടൈം, ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ടൈമിലും ഐ വിൽ ബി ദെയർ ഫോർ യു, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എന്ന ഒരു ഉറപ്പാണ് 2 സൺഫ്ലവർ കൊടുക്കുമ്പോൾ കൊടുക്കുന്നത്. സോ ഈ സൺഫ്ലവർ തിയറി പറയുന്ന ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒരാള് നിങ്ങൾക്ക് 2 സൺഫ്ലവർ തരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ വ്യക്തി നിങ്ങൾക്ക് അഷ്യൂർ ചെയ്യുകയാണ്, ഈവൻ ഇൻ ദ ഡാർക്കസ്റ്റ് ടൈം I will be there for you. So sunflower facing each other at night is a symbolic അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഐഡിയ rather than a scientific established behavior. അതിന്റെ പുറകിലെ സയന്റിഫിക് എസ്റ്റാബ്ലിഷ്മെന്റ് ഒന്നും അല്ല നിങ്ങൾ നോക്കേണ്ടത്, അതിന്റെ ഒരു ഐഡിയ മാത്രമാണ് നിങ്ങൾ നോക്കേണ്ടത്. അതും 2 വ്യക്തിയാണ്, അപ്പൊ ഒരു റൊമാൻസ് അങ്ങനെ ഒന്നും അല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഒരു വലിയൊരു അർത്ഥമാണ് നമുക്ക് പകരുന്നത്. സൺഫ്ലവർ പകൽ സമയത്ത് സൂര്യനിൽ നിന്ന് അതിന് കിട്ടുന്നുണ്ട്, അതിന് സോഴ്സ് എല്ലാം കിട്ടുന്നുണ്ട്, ഹീറ്റ് വാംത്ത് എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ രാത്രിയാകുമ്പോ അപ്പൊ എന്ത് ചെയ്യും? രാത്രിയാകുമ്പോൾ ഇരുട്ടിന്റെ ഏകാന്തതയിലേക്ക് പോവാതെ പരസ്പരം ആ ഒരു രശ്മിയെ, ആ ഒരു ലൈറ്റ് ആയിക്കൊണ്ട് പരസ്പരം അവർ വെളിച്ചമായിക്കൊണ്ട് പരസ്പരം സ്നേഹിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന, ഞാൻ ഏത് ഇരുട്ടിലും നിന്നെ ഒറ്റയ്ക്കാക്കില്ല എന്നൊരു അർത്ഥമാണ് 2 സൂര്യകാന്തികൾ തരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രോമിസ്. സോ ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് അടുത്ത് ചിന്തിക്കാം, ഹു ആർ യുവർ സൺഫ്ലവർ? അങ്ങനെയാണെങ്കിൽ നമ്മളൊരു റിഫ്ലക്ഷൻ ആണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ലൈഫിലെ സൺഫ്ലവർ ആരാണ്? നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കും അത് തന്നെയായിരുന്നു, ഹു ആർ യുവർ സൺഫ്ലവർ, അല്ലെങ്കിൽ ഹു ഈസ് യുവർ സൺഫ്ലവർ. ടേക്ക് എ ക്വയറ്റ് മൊമെന്റ്, വളരെ ശാന്തമായിട്ട് നിന്ന് നിങ്ങൾ ഈ ഒരു സെഷൻ നിങ്ങൾ കേൾക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി നിങ്ങളുടെ ലൈഫിനെ ചിലപ്പോൾ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു സെഷനും കൂടി ആയിരിക്കും ഇത്. സോ നമ്മുടെ മുൻപിൽ ഇനി എത്ര സമയമുണ്ട്? കുറച്ച് സമയം കൂടെ ഉള്ളൂ, വളരെ കുറച്ച് സമയങ്ങളേ ഉള്ളൂ. സോ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു പേരുണ്ടെങ്കിൽ, എൻ്റെ ലൈഫിനെയും എൻ്റെ രാത്രികളെ അല്ലെങ്കിൽ എൻ്റെ ഇരുട്ടുകളെ മാറ്റിമറിച്ച, എൻ്റെ ജീവിതം ഞാൻ എങ്ങോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ മാറ്റിമറിച്ച 2-3 വ്യക്തികളുടെ പേര് നിൽക്കുന്നു മനസ്സിലേക്ക് ഓർക്കാൻ പറ്റുമോ? കഴിയുമെങ്കിൽ എഴുതുമെങ്കിൽ ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഓർക്കുക അവരെന്താണ് നിങ്ങൾക്ക് തന്നത്. വാട്ട് ഡിഡ് ദേ ഗിവ് യു? വാട്ട് ഈസ് ദ വിസ്റ്റം? ഒരു പക്ഷെ വിസ്റ്റം ആയിരിക്കാം, അൺകണ്ടീഷണൽ സപ്പോർട്ട് ആയിരിക്കാം, ഹോണസ്റ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആയിരിക്കാം, സിംപ്ലി ചിലപ്പോ വെറുതെ അവിടെ മെൻഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾ ഓർത്തെടുക്കുന്ന അതൊരു ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. നിങ്ങൾ ഓർത്തെടുക്കുന്ന നിങ്ങളുടെ സൺഫ്ലവറിനെ നിങ്ങൾ ഓർത്തെടുക്കുവാണ്. ആ വ്യക്തിയോട് നിങ്ങൾക്ക് താങ്ക് യു പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഇന്നത്തെ ദിവസം ധന്യമായിരിക്കും, അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് അത് വളരെ മനോഹരമായിരിക്കും. സോ സേ താങ്ക് യു, റീച്ച് ഔട്ട് ടുഡേ. ഇന്ന് തന്നെ നിങ്ങൾ ആ വ്യക്തിയിലേക്ക് എത്തുക, ഒരു ചെറിയൊരു മെസ്സേജ്, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് ജസ്റ്റ് ഒരു താങ്ക് യു പറഞ്ഞിട്ട് നിങ്ങളാണ് എന്റെ ജീവിതത്തിൽ വെളിച്ചമായെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ മനോഹരമായിരിക്കും. സോ ഗ്രാറ്റിറ്റ്യൂഡ് ടേൺസ് കണക്ഷൻസ് ഇൻടു എ ഫ്ലവർ ലൈറ്റ്. ഒരു ഫ്ലവർ ലൈറ്റ് പോലെ കണക്ഷൻസ് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഹലോ, ഓക്കെ. ഇനി അടുത്തത് എനർജി വേഴ്സസ് എനർജി ഡ്രെയിനേഴ്സ്. അപ്പം നമ്മളിപ്പോ എനർജി കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഒരു സൂര്യകാന്തി മറ്റൊരു സൂര്യകാന്തിക്ക് വെളിച്ചമായി തീരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറയുമ്പോഴും സെയിം ടൈം എനർജി ഡ്രെയിനേഴ്സ് നമ്മുടെ ചുറ്റുപാടും ഉണ്ട്.
അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ ലൈറ്റിന് വേണ്ടി മാത്രം നമ്മുടെ അടുത്തേക്ക് വരുന്നവരും, പക്ഷെ തിരിച്ചൊരിക്കൽ പോലും ലൈറ്റ് തരാത്തവരും. നമ്മൾ സൂര്യകാന്തി അല്ലെങ്കിൽ ആ ഒരു സൺഫ്ലവർ തിയറി പറയുന്നത് പരസ്പരം പൂരകമായിക്കൊണ്ട്, ഒരാൾ മാത്രമല്ല സൺലൈറ്റ് ആവുന്നത്, രണ്ടുപേരും നിൽക്കുമ്പോഴാണ് അവിടെ സൺലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്നത്. ഒരാൾ മാത്രം ലൈറ്റ് ആവുകയല്ല ചെയ്യുന്നത്. സോ എനർജി ഗിവേഴ്സും ഉണ്ട്, എനർജി ഡ്രെയിനേഴ്സും ഉണ്ട്. ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. നമ്മുടെ തലച്ചോറിൽ അത് ഇൻസ്റ്റോൾ ആയാൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. Hello. Yes, പറയൂ madam. Not every relationship is equal. Some people lift you towards the light. ചില ആൾക്കാർ നമ്മളെ സൺലൈറ്റിലേക്ക്, ആ ഒരു ലൈറ്റിലേക്ക്, വെളിച്ചത്തിലേക്ക് നമ്മളെ എന്ത് ചെയ്യുന്നു, ആകർഷിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ രാത്രിയിൽ ലൈറ്റ് പുറത്തൊക്കെ ഇടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, കുറെ ജീവികൾ വന്ന് അട്രാക്ട് ആയിട്ട് അവിടെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നിൽക്കും. അതുപോലെ ചില വ്യക്തികളുടെ ക്വാളിറ്റീസ് റിലേഷൻഷിപ്പിൽ എന്ത് സംഭവിക്കുന്നത്, സം പീപ്പിൾ ലിഫ്റ്റ് യു ടുവേർഡ്സ് ദ ലൈറ്റ് വെളിച്ചത്തിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും, എന്നാൽ അതർ ക്വാളിറ്റീസ് പുൾ യു അവേ ഫ്രം ഇറ്റ്. ചില വ്യക്തികളുടെ ക്വാളിറ്റീസ് എന്ത് സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചില ക്വാളിറ്റീസ് നമ്മളെ പുൾ അവേ ചെയ്യുന്നു. അപ്പൊ എനർജി ഗിവേഴ്സ് എന്താണ്, ആരാന്ന് നോക്കാം. ദേ ഗിഫ്റ്റ് യു ഹയർ ആയിട്ടുള്ള കാര്യങ്ങൾ, ഹയർ ആയിട്ടുള്ള ആ ഒരു വേർഷനിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്ന എനർജി ഗിവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. സെലിബ്രേറ്റ് യുവർ വിൻസ്. നിങ്ങളുടെ വിജയങ്ങൾ അവർക്കും വിജയമാണ്. ജെനുവിൻലി അവര് സെലിബ്രേറ്റ് ചെയ്യുന്നവരാണ്. ദേ ആർ ഹാപ്പി ഫോർ യുവർ ഗ്രോത്ത്. നിങ്ങളുടെ വളർച്ചയിൽ അവർ സന്തോഷം കണ്ടെത്തുന്നവരാണ്. അവർക്കും സന്തോഷമാണ്. കാരണം നിങ്ങളും നിങ്ങളുടെ തിരിച്ചും അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവർക്കും സന്തോഷമാണ്. ഇത് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് പറയാൻ എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിലും എപ്പോഴും ഈ ഒരു സൂര്യകാന്തിയുടെ കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ അത് ഓർപ്പിക്കണം. കാരണം പരസ്പരം എന്തെങ്കിലും കിട്ടാതെ അവിടെ ഒരിക്കലും ആരും ഒന്നും സാക്രിഫൈസ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് ആ വെളിച്ചം കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ തിരിച്ചും ആ വെളിച്ചം കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഒരിക്കലും എനർജി ഡ്രെയിനേഴ്സ് ആയിട്ട് ആരെങ്കിലും നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആരും ആർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. സോ അതൊരു മറ്റൊരു വലിയൊരു ടോപ്പിക്കാണ്. സോ സെലിബ്രേറ്റ് യുവർ വിൻസ്. നിങ്ങളുടെ ഒരു വിന്നിനെ, നിങ്ങളുടെ വിജയങ്ങളെ ജെനുവിൻലി സെലിബ്രേറ്റ് ചെയ്യുന്ന, ജെനുവിൻലി അതിൽ സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാർ. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ആളാണ് നമ്മുടെ അച്ഛനും അമ്മയും, ഒരുപക്ഷെ നമ്മുടെ സിബ്ലിങ്സ്, അങ്ങനെ നമ്മുടെ വെൽവിഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. ഇങ്ങനെ ഒത്തിരി ആൾക്കാർ ഉണ്ടാവാറുണ്ട്. സോ നെക്സ്റ്റ്, ചാലഞ്ച് യു വിത്ത് കൈൻഡ്നെസ്. നമ്മളെ ചുമ്മാ ഒന്ന് ചലഞ്ച് ചെയ്യുവല്ല, കൈൻഡ്നെസ് കൊണ്ട്, ദയയിലൂടെ നമ്മളോട് ചലഞ്ച് ചെയ്യും. നീ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്, നിന്നെ കൊണ്ട് പറ്റും. ദേ പുഷ് യുവർ ലിമിറ്റ്സ്, ദേ പുഷ് യു ടു ബിക്കം ബെറ്റർ. നിങ്ങളൊരു ബെറ്റർ വേർഷൻ ആവാൻ വേണ്ടി നിങ്ങളെ പുഷ് ചെയ്യുന്ന ആൾക്കാർ. അടുത്തത്, ലീവ് യു ഫീലിംഗ് കേപ്പബിൾ, ദേ ബിൽഡ് യുവർ കോൺഫിഡൻസ്. നിങ്ങളുടെ കോൺഫിഡൻസിനെ ബിൽഡ് ചെയ്യുന്ന ആൾക്കാർ. അടുത്തത്, ഷോ അപ്പ് കൺസിസ്റ്റന്റ്ലി. അവരൊരു ആവശ്യം വന്നപ്പോൾ മാത്രം വെളിച്ചത്തിന് വേണ്ടി ഓടി വന്നവരായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് മണിക്കൂറുകൾ നിങ്ങളുടെ മാറ്റി വെച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ തിരക്കേറിയ സമയം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ജീവൻ തന്നെ മാറ്റുന്നത് പോലെയാണ്. നിങ്ങളുടെ ജീവന്റെ ഭാഗമാണ് ഈ സമയം എന്ന് പറയുന്നത്. ആ സമയം ഇനി തിരിച്ചു കിട്ടില്ല. അതിന്റെ വലിയൊരു ഭാഗം നിങ്ങൾ മാറ്റി വെച്ചിട്ട് ഒരാൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഇരുട്ടിൽ നിങ്ങൾ വെളിച്ചമായിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടുന്നില്ലെങ്കിൽ ആക്ച്വലി എന്താണ്, അവർ അതിന് വാല്യൂ തരുന്നില്ലെങ്കിൽ അവർ എനർജി ഡ്രെയിനേഴ്സ് ആണ്. അപ്പോൾ കൺസിസ്റ്റന്റ്ലി അതൊരു ഷോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എനർജി ഗിവേഴ്സ്. അങ്ങനെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓർക്കുക. അങ്ങനെ ചെയ്തവര് എനർജി ഗിവേഴ്സ് ആണ്. എനർജി എന്ന് പറയുമ്പോൾ അത് ജീവനാണ്, ജീവൻ നൽകിയവരാണ്. സോ അടുത്തത്, എനർജി ഡ്രെയിനേഴ്സ്. എനർജി ഡ്രെയിനേഴ്സ് എന്ന് പറയുമ്പോൾ ദേ ഡിം യുവർ ലൈറ്റ്. അവരൊരു ലൈറ്റ് ഉണ്ടെങ്കിൽ ലൈറ്റ് വന്ന് ഓഫ് ചെയ്തിട്ട് പോകുന്നവരാണ്. നമ്മളിങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പോവാണ്. അപ്പൊ അവർ വന്നിട്ട് നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ലൈറ്റ് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ വായിച്ച് ഭയങ്കര ത്രില്ലായിക്കൊണ്ടിരുന്ന സമയത്ത് എന്ത് സംഭവിച്ചു, ലൈറ്റ് ഓഫ് ചെയ്തു. സോ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ ക്രിട്ടിസൈസ് വിത്തൗട്ട് ഓഫറിങ് സപ്പോർട്ട്. ഒരു സപ്പോർട്ടും ഓഫർ ചെയ്യാതെ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ. ക്രിട്ടിസൈസ് ചെയ്യാൻ അത് എളുപ്പമാണ്, പക്ഷെ അത് നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നതും വിത്തൗട്ട് ഓഫറിങ് സപ്പോർട്ടും അത് ഭയങ്കര വ്യത്യസ്തമാണ്. ദ ടിയർ യു ഡൗൺ, നോട്ട് ബിൽഡ് യു അപ്പ്. നിങ്ങളെ വളർത്താതെ കീറി മുറിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്രിട്ടിസൈസും എപ്പോഴും നമ്മളെ എനർജി ഡ്രൈനേഴ്സിന്റെ കൂടെയാണ് കൂട്ടേണ്ടത്.
അത് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യാൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അടുത്തത് ലീവ് യു ഡൗട്ടിങ് യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങൾ ഇട്ട് തന്നുകൊണ്ട് ദേ റീപ്ലേസ് യുവർ കോൺഫിഡൻസ് വിത്ത് ഡൗട്ട്. നിങ്ങൾക്ക് ഒരു ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിൽ നിങ്ങളെ ഡൗട്ടിലേക്ക് തള്ളി വിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അടുത്തത് ടേക്ക് മോർ ദാൻ യു ഗീവ്. നിങ്ങൾ കൊടുത്ത സമയം, നിങ്ങൾ കൊടുത്ത കാര്യങ്ങൾ, നിങ്ങൾ കൊടുത്ത എനർജിയേക്കാൾ കൂടുതൽ അവർ ആവശ്യപ്പെടുകയും അവർ റിലേഷൻഷിപ്പിൽ അതൊരു വൺ സൈഡ് ആയി പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, അതൊരു റേഡിയോ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടേ, നിങ്ങൾ അവർ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് ഒരിക്കലും പറയാനുള്ള അവസരം കിട്ടത്തില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി എല്ലാം ചോർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് ഒട്ടും എനർജി കിട്ടുന്നില്ല തിരിച്ച്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കണം. ടേക്ക് മോർ. നിങ്ങൾ കൂടുതൽ അവരെടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് നോർമലൈസ് ചെയ്യപ്പെടുന്നു. നെഗറ്റിവിറ്റി നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ. ഉള്ളിൽ ഉണ്ടായല്ലേ? ഹലോ, എന്തോ ഉള്ളിലുണ്ടായിരുന്നു. ഹലോ, നോർമലൈസ് ചെയ്യപ്പെടുന്നു. ദാറ്റ് ഈസ് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നെഗറ്റിവിറ്റി നോർമലൈസ് ചെയ്യപ്പെടുക എന്നുള്ളത്. ദേ മേക്ക് ഡ്രാമാസ് ഫീൽ നോർമൽ. അവർ ഭയങ്കര നാടകം കളിക്കുന്നുണ്ടാവും, ഒരുപാട് തരത്തിലുള്ള നാടകങ്ങളിലൂടെയൊക്കെ ആയിരിക്കും പോകുന്നത്. സോ നെഗറ്റിവിറ്റി നോർമലൈസ് ചെയ്യുന്നത് അതും ഒരു എനർജി ഡ്രെയിൻ. സോ ഒരുപാട് കുറച്ച് സ്പീഡിലാണ് പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എനർജി ഗീവേഴ്സും എനർജി ഡ്രെയിനേഴ്സും നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ആർക്കാണ് നിങ്ങളുടെ എനർജി കൊടുക്കേണ്ടത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവത്തുള്ളൂ. യു ഡോണ്ട് നീഡ് ടു കട്ട് എവ്രി വൺ ഓഫ്. നിങ്ങൾ എല്ലാവരെയും നിർത്താനല്ല ഞാൻ പറയുന്നത്, എല്ലാ റിലേഷനും ഇന്ന് സ്റ്റോപ്പ് ചെയ്യാനല്ല പറയുന്നത്. ബട്ട് യു ഡു നീഡ് ടു കൺസിസ്റ്റന്റ്ലി മാനേജ് യുവർ എക്സ്പോഷർ. നിങ്ങൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ ദിവസവും നമ്മൾ ഓരോരുത്തരെ കാണുന്നുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും മാനേജ് ചെയ്ത് ഇത് ആവശ്യമാണോ ആവശ്യമല്ലയോ എന്ന് മനസ്സിലാക്കി പോകുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി അടുത്തത് ഇത് ഡിജിറ്റൽ സൺഫ്ലവർ. ഇന്നത്തെ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിൽ, കാലഘട്ടത്തിൽ വളരെ വേഗത്തിൽ അതിവേഗം പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആർ യു കൺസ്യൂമിങ് സൺ കറക്റ്റ് ആയിട്ടുള്ള സണ്ണായനെ ആണോ നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ഈ ഡിജിറ്റൽ സൺഫ്ലവർ എന്ന് പറയുന്നത്, യുവർ മൈൻഡ് ഈസ് എ ഗാർഡൻ. ഒരു നല്ലൊരു ഗാർഡൻ ആണെന്ന് വിചാരിക്കുക. യു ഫീഡ് ഈസ് ദ സോയിൽ. നിങ്ങൾ എന്താണോ ഫീഡ് ചെയ്യുന്നത് അതാണ് ആ മണ്ണ്. ആ മണ്ണിൽ നിന്നാണ് വളം കിട്ടുന്നത്. വാട്ട് യു കൺസ്യൂം ഗ്രോത്ത് വിത്ത് യു. നിങ്ങളുടെ കൂടെ ഇത് വളരുകയാണ്. ഫ്യൂച്ചർ നിങ്ങൾ ആരാണ് തീരുമാനിക്കുന്നത് ഇതാണ്. പണ്ട് നമ്മൾ എപ്പോഴും കേൾക്കുമായിരുന്നു, നിങ്ങളുടെ സുഹൃത്തുക്കളെ അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ അറിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ അറിയാം. പക്ഷെ അതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് തിരിച്ചു പറയാം, ഇന്ന് നിങ്ങൾ എന്താണോ കൺസ്യൂം ചെയ്യുന്നത് അതാണ് നാളത്തെ നിങ്ങളുടെ വേർഷനെ ഇപ്പോഴേ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ എന്താണോ കൺസ്യൂം ചെയ്യുന്നത്, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങൾ എന്തൊക്കെ റിലേഷനിലാണ് പോകുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ ഇൻഫ്ലുവൻസ് എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്, അതാണ് നിങ്ങൾ നാളെ ആവാൻ പോകുന്നത്. അതിന്റെ ആകത്തുകയാണ് നിങ്ങൾ നാളെ ആവുന്നത്. ഇവിടെ ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ എല്ലാ അനുഭവം അതാണ്. അവർക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് അവരായിട്ടുള്ളത്. യുവർ ഫീഡ് ഈസ് യുവർ എൻവിറോൺമെന്റ്. ഇത് അക്കൗണ്ട് യു ഫോളോ. നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഓരോ അക്കൗണ്ട്സും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ പോയിട്ട് ഫോളോ ചെയ്യുന്നല്ല, നിങ്ങളെ എന്തുകൊണ്ടോ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സോ യു ആർ ഫോളോയിങ് ദം. സോ ഇന്ന് എന്റെ റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, എന്തൊക്കെ അക്കൗണ്ട്സ് ഉണ്ട്, നിങ്ങൾ അക്കൗണ്ടബിൾ ആണ്. നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന പൈസക്ക് അക്കൗണ്ടബിൾ ആണെന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലോട്ട് വരുമ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഓരോ വ്യക്തികളിലെ നിങ്ങൾ അക്കൗണ്ടബിൾ ആണ്. നിങ്ങൾക്കത് ആവശ്യമായിട്ടുള്ളതാണോ? നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ ഇനി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയോജനം ഇല്ലെങ്കിൽ, പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ ചില ഡോറുകളിൽ നിന്ന് നമുക്ക് വെളിച്ചവെട്ടോ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അതവിടെ കിടക്കട്ടെ, അടഞ്ഞിരിക്കട്ടെ എന്ന് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എനർജി കിട്ടും. And the platforms you inhibit are all digital sunflowers. They are ടേണിങ് യു ടുവേർഡ്സ് ഗ്രോത്ത് ഓർ കീപ്പിംഗ് യു സ്റ്റക്ക്. ചില സ്ഥലങ്ങളിൽ നിങ്ങളെ ഗ്രോത്തിലേക്ക് ടേൺ ചെയ്യുന്നുണ്ടാവും, ചിലത് നമ്മളെ സ്റ്റക്ക് ആക്കുന്നുണ്ടാവും. അപ്പോൾ ഷേപ്പ് യുവർ തോട്ട്സ്, നിങ്ങളുടെ ചിന്തകളെ ഷേപ്പ് ചെയ്യുന്നുണ്ടാവും. അഫക്ട്സ് യുവർ ഇമോഷൻസിനെ ബാധിക്കുന്നുണ്ടാവും. ചില ആൾക്കാർ ചില വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കരഞ്ഞ് നിലവിളിച്ച് ഒരു ദിവസം തന്നെ നഷ്ടപ്പെടുത്തുന്ന ആൾക്കാർ.
സോ ഇത് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് അവരുടെ ഒരു ജീവിത മാർഗവും കൂടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ പല കാര്യങ്ങളാണ് വരുന്നത്. അതിന്റെ പുറകെ നമ്മൾ പോകാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ദാറ്റ് അഫക്ട്സ് അവർ ഇമോഷൻസിനെ ബാധിക്കുന്ന തരത്തിലേക്ക് പോകുന്നു. ഡയറക്റ്റ് യുവർ ആക്ഷൻ. നമ്മളൊരു നല്ല വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് തെറ്റായ ഒരു മാർഗനിർദ്ദേശം നൽകാനും ചിലപ്പോൾ ഇതിന് സാധിക്കും. സോ നമുക്ക് ഓരോ കാര്യം ഫോളോ ചെയ്യുമ്പോൾ അത് അനലൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി എ റിയലി ബ്യൂട്ടിഫുൾ തിങ്. ബി ഇന്റൻഷ്യൽ, ബി സെലക്റ്റീവ്, ബി യുവർ ഓൺ. നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ബ്യൂട്ടിഫുൾ. നിങ്ങൾ തന്നെ നിങ്ങളോട് തന്നെ ചോദിക്കുക, ആഫ്റ്റർ 30 minutes ഓൺലൈൻ, ഡു ഐ ഫീൽ ഇൻസ്പയർഡ്? നിങ്ങൾ ഇൻസ്പയർഡ് ആവുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചോർന്നു പോവാണോ? നിങ്ങൾ ഒരു ഫ്രണ്ടിനെ ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ട് ഫോൺ വെച്ച് കഴിയുമ്പോൾ 150%, 150% ആണോ ചാർജ്? അല്ലെങ്കിൽ ചില ആൾക്കാർ നമ്മൾ ഫോൺ വിളിച്ചു കഴിയുമ്പോൾ 100% ഉണ്ടായിരുന്ന കാര്യം എന്ത് സംഭവിക്കുന്നു, 2% ആവും. അങ്ങനെ സംഭവിക്കാറുണ്ടോ? ചിലപ്പോ എന്താ സംഭവിക്കുക, നമ്മൾ ചില ആൾക്കാരെ ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ 2%ലേക്ക് പോകും, അല്ലെങ്കിൽ 150%ലേക്ക് വരാറുണ്ട്. സോ നമ്മള് മനസ്സിലാക്കുക, റിയലൈസേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ ഇനി നമ്മൾ തന്നെ നമ്മുടെ ഓഡിറ്റർ ആയിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കുക. ചില കാര്യങ്ങൾ നമ്മൾ ഡ്രെയിൻ ചെയ്യുന്ന കാര്യം അൺഫോളോ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. സോ നമ്മൾ കുറച്ചും കൂടെ ഡിജിറ്റൽ സൺഫ്ലവറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ എന്താണ് കൺസ്യൂം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. ഫീഡ് യുവർ മൈൻഡ് വിത്ത് പർപ്പസ്. പ്രത്യേകം പർപ്പസോട് കൂടി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. വെറുതെ ജീവിച്ച് മരിക്കാതെ നമ്മൾ പ്രത്യേകം പർപ്പസോട് കൂടി ഫീഡ് യുവർ മൈൻഡ് വിത്ത് പർപ്പസ്. വാട്ടർ യുവർ സോൾ വിത്ത് വിസ്റ്റം. വിസ്റ്റത്തോടു കൂടി ആ ഒരു വിസ്റ്റം വാട്ടർ ചെയ്യാൻ വേണ്ടി, ആ ഒരു സോളിന് ഒരു സൂത്തനിങ് ആയിട്ടുള്ള വിസ്റ്റം കൊടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഗ്രോ ഇൻ ടു യുവർ ബെസ്റ്റ് സെൽഫ്. നിങ്ങളുടെ ഒരു ബെസ്റ്റ് സെൽഫിലേക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബിക്കം സൺവൺ സെൽഫ്-ലവർ. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പരസ്പരം പൂരകമായിക്കൊണ്ട് പരസ്പരം ലൈറ്റ് ഷെയർ ചെയ്യുന്നത് പോലെ ബി ദ ലൈറ്റ്. നമ്മൾ മറ്റൊരാൾക്ക് സൺഫ്ലവർ ആവുന്ന ആ ആളുടെയും കൂടെ സൺഫ്ലവർ ആവുന്ന രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി എ റിയൽ ബ്യൂട്ടിഫുൾ തിങ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിന് ഒരു അർത്ഥം കൊണ്ടുവരുന്ന ഒരു കാര്യം കൂടിയാണ്. You don't have to fix them, just be light, they turn towards. നിങ്ങളിലേക്ക് ടേൺ ചെയ്യുന്ന ഒരു ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾ അവരെ കറക്റ്റ് ചെയ്യാനോ ഒന്നും പോവണ്ട. ജസ്റ്റ് ആ ഒരു സൺഫ്ലവറിന് വെളിച്ചം കിട്ടാതിരിക്കുമ്പോൾ ജസ്റ്റ് ആ ഒരു സൺഫ്ലവറിന് ആവശ്യമായിട്ടുള്ള കാര്യമായി മാറുന്ന ഗിവ് ദം ബിലോങ്ങിങ്. ഒരു ബിലോങ്ങിങ് കൊടുക്കാൻ വേണ്ടി, അവർ സേഫ് ആണെന്ന്, അവരെ കാണുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ള ഒരു കാര്യം കൊടുക്കാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി റിയലി ബ്യൂട്ടിഫുൾ തിങ്. ബിലീവ് ഇൻ ദെയർ പൊട്ടൻഷ്യൽ. അവരോട് ഒരിക്കൽ ഒന്ന് പറയുക, ഞാൻ നിന്നെ വിശ്വസിക്കുന്നുണ്ട്, നിന്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. റിമെയിൻ ഡൗൺ ദ സ്ട്രെങ്ത്. നിങ്ങൾക്കുള്ള കഴിവുകളെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ജസ്റ്റ് ഈവൻ വെൻ ദേ ഫോർഗെറ്റ് ഇറ്റ് ദംസെൽഫ്. വളരെ ജീവിതത്തിന്റെ കാഠിന്യമേറിയ അവസ്ഥയിലൂടെ പോകുന്നവർ ചിലപ്പം അവരുടെ സ്ട്രെങ്ത് ഒക്കെ ഒന്ന് മറന്നു പോയിട്ടുണ്ടാവും. ജസ്റ്റ് അവരുടെ പൊട്ടൻഷ്യലിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ സ്ട്രെങ്ത് ഒന്ന് അക്കമിട്ടൊന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ ആ ഒരു സൂര്യകാന്തി പോലെ ആ ഒരു ചിരിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരാൻ വേണ്ടി സാധിക്കും. ആ ഒരു ഗ്ലോ അവർക്ക് കിട്ടാൻ വേണ്ടി സാധിക്കും. ഷോ അപ്പ് കൺസിസ്റ്റന്റ്ലി. ഒരു ദിവസം പെട്ടെന്ന് വന്നിട്ട് ആ ഒരു സൂര്യകാന്തിയായി മാറിയിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ഇനിയും ഇല്ല എന്ന് പറഞ്ഞു പോകുമ്പോൾ അവിടെ കൊടുക്കുന്ന ഒരു ഷോക്ക് ഉണ്ട്. അങ്ങനെ ഒരിക്കലും കൊടുക്കാതിരിക്കുക. യു ഡോണ്ട് നീഡ് ടു ഹാവ് ഓൾ ദ ആൻസേഴ്സ്, ജസ്റ്റ് യുവർ പ്രസൻസ് അഗെയിൻ ആൻഡ് അഗെയിൻ. അതാണ് മീൻസ് ആ ഒരു പ്രസൻസ് മാത്രമേ ആവശ്യമുള്ളൂ. നിങ്ങൾ അവിടെ പോയി കറക്റ്റ് ചെയ്യാനോ ഒന്നുമല്ല. ജസ്റ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ബ്യൂട്ടിഫുൾ. സെലിബ്രേറ്റ് ദെയർ ഗ്രോത്ത്. അവരുടെ ഗ്രോത്ത് നിങ്ങളുടെ ഗ്രോത്ത് ആയിട്ട് കൺസിഡർ ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെയാണ് ശരിക്കും ആ ഒരു സൂര്യകാന്തി ആയിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നത്. യുവർ കൈൻഡ്നെസ് ക്യാൻ കീപ് ടേണിംഗ് പോയിന്റ്സ് ഇൻ ടു സമ്മൺസ് ഡാർക്കസ്റ്റ് ചാപ്റ്റർ. ആ ഒരു ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറാൻ വേണ്ടി സാധിക്കും. ബി പ്രസന്റ്, ബി പേഷ്യന്റ്, ബി ദ സൺഫ്ലവർ. അവരുടെ സൺഫ്ലവർ ആയിട്ട് മാറാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കട്ടെ. വെൻ ദ സൺ ഈസ് ഇൻ ഷൈനിങ്, ബി യുവർ ഓൺ ലൈറ്റ്. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഇന്നത്തെ ഒരു കാലാവസ്ഥ അറിയാം. മഴ എപ്പോഴാ മഴ പെയ്യുന്നതെന്ന് അറിയത്തില്ല. നമുക്ക് എല്ലാ കാലത്തും വേനലല്ല, എപ്പോഴും സൂര്യനല്ല. അപ്പം ചില സമയങ്ങളിൽ ഒരു സൂര്യകാന്തി പോലും എന്റെ നേരെ തിരിയുന്നില്ലല്ലോ എന്ന് ചിന്തിക്കാതെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ പഴിക്കാതെ നമ്മൾ തന്നെ നമുക്ക് ലൈറ്റ് ആയിട്ട് മാറുക. യു കാൻറ്റ് ഓൾവേസ് കൺട്രോൾ ദ വെദർ. നമുക്ക് ചുറ്റുപാടുള്ള വെദറിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. ജീവിതത്തെ മുഴുവനായി കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ബട്ട് യു ക്യാൻ ഓൾവേസ് ചൂസ് ടു ഷൈൻ. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സൂര്യകാന്തിയായി മാറിക്കൊണ്ട് നിങ്ങൾ തന്നെ ഷൈൻ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് മാറുക. സെൽഫ് ലീഡർഷിപ്പ് ഈസ് ദ അൾട്ടിമേറ്റ് സ്കിൽ.
സെൽഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന എല്ലാ ഇപ്പൊ സ്കിൽ ട്രെയിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ കൊടുക്കുന്ന എല്ലാ ട്രെയിനിങ്സിലേക്കാൾ ഏറ്റവും മികച്ചതായിട്ടുള്ളൊരു സ്കില്ലാണ്, ഒരു ലൈഫ് സ്കില്ലാണ് സെൽഫ് ലീഡർഷിപ്പ് എന്നുള്ളത്. സെൽഫ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ നെയിം യുവർ വാല്യൂ, നിങ്ങളുടെ വാല്യൂവിനെ നിങ്ങൾ മനസ്സിലാക്കുക. എന്തൊക്കെ വാല്യൂസ് ആണ് എനിക്കുള്ളത്? ഓരോ വ്യക്തിക്കും ഉണ്ട് ഓരോ വാല്യൂസ്. നിങ്ങൾ കൊണ്ടുപോയി നടക്കുന്ന വാല്യൂസ് ഒന്ന് എഴുതിയിടാൻ വേണ്ടി സമയം എടുക്കുക. ദാറ്റ് മാറ്റേഴ്സ് മോസ്റ്റ് ഓഫ് യു. ബിൽഡ് ഡെയിലി റിച്വൽസ്. എന്തെങ്കിലും കാര്യം ഡെയിലി ചെയ്യുന്ന ഒരു റിച്വൽ ഉണ്ടായിരിക്കണം. സ്മോൾ ഹാബിറ്റ്സ് ആണ് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസ് ആണ് നിങ്ങളുടെ ഐഡന്റിറ്റി ആയിട്ട് മാറുന്നത്. സ്പീക്ക് ടു യുവർ സെൽഫ് വെൽ. നിങ്ങളോട് തന്നെ നല്ല അഫർമേഷൻസ് കൊടുക്കുക. സാരമില്ല, ഞാൻ കൂടെ ഉണ്ടെന്ന് സ്വന്തമായി പറയാൻ പറ്റുന്ന ഒരാൾക്ക് മറ്റൊരാളുടെ ആവശ്യമില്ലെന്ന് ഞാൻ പറയും. സോ സ്പീക്ക് ടു യുവർ സെൽഫ്. യുവർ ഇന്നർ വോയിസ് ഷേപ്പ് യു ഔട്ടർ വേൾഡ്. നിങ്ങളുടെ നാളത്തേക്ക് വേണ്ടി നാളെ നിങ്ങൾ എങ്ങനെയാണോ അതിനെ ഷേപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്പീക്ക് ടു യുവർ സെൽഫ് എന്നുള്ളത്. സീക്ക് ഗ്രോത്ത് ഇന്റർനാഷണലി. നിങ്ങൾ ഒരു എല്ലാ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനപ്പുറം, യാത്ര ചെയ്യുന്നതിനപ്പുറം ബുക്ക് വായിക്കുന്നതിലൂടെ ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി വലുതാണ്. ഒരുപാട് പോഡ്കാസ്റ്റുകളുണ്ട്, ഇന്റർനാഷണൽ ലെവലിലുള്ള ആൾക്കാരുണ്ട്, അവരുടെ എല്ലാം പോഡ്കാസ്റ്റുകൾ നിങ്ങൾ കാണുക, കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കുക. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒരുപാട് ഇൻപുട്സ് കിട്ടും, ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടും. ഇതെല്ലാം നിങ്ങൾക്കൊരു ലൈറ്റ് ആകാൻ, നിങ്ങൾ ഒരു ലൈറ്റായി മാറാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. യു മേ നോട്ട് ബി ഏബിൾ ടു കൺട്രോൾ എവറി സിറ്റുവേഷൻ, ബട്ട് യു ക്യാൻ കൺട്രോൾ ഹൗ യു റൈസ് ഇൻ എവറി സിറ്റുവേഷൻ. ഒരു റെസിലിയൻസ് പവറോട് കൂടി തിരിച്ചു വരാൻ നിങ്ങൾക്ക് സാധിക്കും. വാട്ട് ആർ യുവർ ടേണിംഗ് ടുവേർഡ്സ്? നിങ്ങൾ എന്തിലേക്കാണ് ടേൺ ചെയ്യുന്നത്? എവറി ചോയ്സ് യു മേക്ക് ഈസ് earlier turning you into, ഒന്നെങ്കിൽ നിങ്ങളെ ടേൺ ചെയ്യുന്ന എന്താണ്? ദ പേഴ്സൺ യു വാണ്ട് ടു ബിക്കം. നിങ്ങൾ എന്താണ് ആവേണ്ടത് അതിലേക്ക് ടേൺ ചെയ്യുന്നു. ഓർ പുള്ളിങ് യു ഫർദർ അവേ ഫ്രം യു മെൻ ടു ബി. നിങ്ങൾക്ക് ചിലപ്പോൾ കഴിവുണ്ടായിരിക്കും, നിങ്ങൾക്ക് സാധ്യതകൾ ഉണ്ടായിരിക്കും, പക്ഷെ ആവേണ്ടിയ വ്യക്തിയിൽ നിന്ന് നിങ്ങളെ പുറകിലേക്ക് വഴിക്കുന്ന ഒരവസ്ഥ. രണ്ട് കാര്യങ്ങളാണ് എല്ലാ മനുഷ്യന്റെ അവസ്ഥ. ഈ നടുക്ക് നിൽക്കുന്ന വ്യക്തിയാണ് നിങ്ങളെന്ന് വിചാരിക്കുക. സൂര്യകാന്തിയുടെ ഇടയിൽ നിൽക്കുന്ന ഒരു സൂര്യകാന്തിയാണത്. അപ്പോൾ ചില സൂര്യകാന്തി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ സംഭവിക്കുന്ന എന്തുവാ? നിങ്ങൾ എന്താണ് മെന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണ്, അതിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ആവേണ്ടിയ ഒരു നല്ല ഒരു ഫ്യൂച്ചർ ഉണ്ട്, അതിൽ നിന്ന് നിങ്ങളെ തിരിച്ചു വലിക്കുന്ന ഒരു അവസ്ഥ. ദ സ്മോൾ ഡെയിലി ചോയ്സ് ക്രിയേറ്റ് യുവർ ഫ്യൂച്ചർ. എപ്പോഴും ഓർക്കുക, ഒറ്റ ദിവസം കൊണ്ട് ഹുസൈൻ ബോൾട്ട് ഓടി മെഡൽ വാങ്ങിയതല്ല. ഒരുപാട് ചെറിയ ചെറിയ ട്രയൽസ്, എറേഴ്സ്, ഒരുപാട് സാക്രിഫൈസ്, ഇങ്ങനെ ഒരുപാട് ഡെയിലി ചെയ്തുകൊണ്ടിരുന്ന ചോയ്സ് ആണ് ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്തത്. സോ വാട്ട് ആർ യു ടേണിംഗ് ടുവേർഡ്സ് ടുഡേ? എന്തിലേക്കാണ് തിരിയുന്നത്? ഏത് സൂര്യകാന്തിയിലേക്കാണ് തിരിയുന്നത്? അല്ലെങ്കിൽ ഏത് കൂട്ടം ഓഫ് പീപ്പിളിലേക്കാണ് നിങ്ങൾ തിരിയുന്നത്? അതാണ് നിങ്ങളുടെ ഐഡന്റിറ്റി റിസൾട്ട് നിങ്ങൾ ബിക്കം ആവുന്നത്. സോ ഐഡന്റിറ്റി എന്ന് പറയുന്നത് വാട്ട് യു കൺസിസ്റ്റന്റ്ലി ഡു. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ഐഡന്റിറ്റി. നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിച്ചു നോക്കുക, ഡസ് ദിസ് അലൈൻ വിത്ത് യു? അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ ആയിട്ട് അലൈൻ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ആവേണ്ടി വ്യക്തിയുമായിട്ട് അലൈൻ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാവണം. ഏത് പ്രായത്തിലുള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടാവണം. റിസൾട്ട് എന്ന് പറയുമ്പോൾ സ്മോൾ ആക്ഷൻസ്, ഡെയിലി ഉണ്ടാവുന്ന സ്മോൾ ആക്ഷൻസ് ആണ് ഒരു മാസീവ് ഔട്ട്കം ആയിട്ട് ഓവർ ദ ടൈം നമുക്ക് തരുന്നത്. ഇനി എവറി സ്റ്റെപ്പ് ഫോർവേഡ് ഈസ് എ സ്റ്റെപ്പ് ടുവേർഡ്സ് യുവർ ബെസ്റ്റ് സെൽഫ്. നിങ്ങളുടെ ബെസ്റ്റ് സെൽഫിലേക്ക് ഓരോ സ്റ്റെപ്പും അത് ഒരു മുതൽക്കൂട്ടായിട്ട് മാറുന്നുണ്ട്. യുവർ ഫ്യൂച്ചർ സെൽഫ് ഈസ് വാച്ചിങ്. നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ്. അപ്പൊ ഇങ്ങനെ നിങ്ങളെ കളിയാക്കുവാണോ ആ സെൽഫ്? എന്തുവാ നീ ചെയ്യുന്നത് അങ്ങനെ ചോദിക്കുവാണോ? അതോ ആ ഒരു ഫ്യൂച്ചർ സെൽഫിനെ നമുക്ക് പ്രൗഡ് ആക്കാൻ പറ്റുന്നുണ്ടോ? സോ നിങ്ങൾ എങ്ങോട്ടാണ് തിരിയുന്നെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് സൂര്യകാന്തിലേക്കാണ് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പ് ഓഫ് സൺലൈറ്റിലേക്കാണ് നിങ്ങൾ തിരിയുന്നെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇന്ന് എടുക്കേണ്ട ഒരു ആക്ഷൻ ആണ്. ഇന്നത്തെ ഒരു സെഷൻ വെറുതെ വൈൻഡപ്പ് ചെയ്ത് ചുമ്മാ കേട്ട് പോവല്ല. തിങ്ക് ഓഫ് യുവർ സൺഫ്ലവർ. നിങ്ങളുടെ സൺഫ്ലവറിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ആരാണ് നിങ്ങളുടെ സൺഫ്ലവർ? ഏത് വ്യക്തിയാണ് നിങ്ങളുടെ സൺഫ്ലവർ? ഏത് ഗ്രൂപ്പ് ഓഫ് വ്യക്തിയാണ് നിങ്ങളുടെ സൺഫ്ലവർ? ടേക്ക് എ മൊമെന്റ് ടു തിങ്ക് ഓഫ് ദാറ്റ് പേഴ്സൺ. നിങ്ങളുടെ ഇരുട്ടിൽ നിങ്ങൾക്ക് വെളിച്ചമായ ആ ഒരു വ്യക്തിയെ, ആ ഒരു കൂട്ടം ആൾക്കാരെ നിങ്ങൾ ഓർത്തെടുക്കുന്നത് അതൊരു വളരെ നല്ലൊരു കാര്യമാണ്. ഹു ഹാസ് സപ്പോർട്ടഡ് യു, ഇൻസ്പയർഡ് യു, സ്റ്റുഡ് ബൈ യു വെൻ യു നീഡ് ദ മോസ്റ്റ്. ഏറ്റവും ആവശ്യമായിട്ടുള്ള സമയങ്ങളിൽ നിങ്ങളുടെ കൂടെ ഇരുന്ന ആ ഒരു വ്യക്തികളെ നിങ്ങൾ ഓർക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. റീച്ച് ഔട്ട് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്.
നന്ദിയുള്ളവരാവുക. നന്ദി ഇല്ലാത്തവരായി ഒരിക്കലും മാറരുത്. നന്ദി എന്നൊരു കാര്യം നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണ്. റീച്ച് ഔട്ട് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിട്ട് മാറുക. സെൻഡ് ദം എ മെസ്സേജ്, മേക്ക് എ കോൾ, മീറ്റ് ദം. ഇടയ്ക്കൊന്ന് മീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എനർജി കിട്ടുന്ന കാര്യമാണ്. അതേപോലെ അവർക്ക് എനർജി കിട്ടണം. ഓക്കെ, ലെറ്റ് ദം നോ ഹൗ മച്ച് ദേ മീൻ ടു യു. അവർ നിങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തത് ഒരിക്കലും വെറുതെ പോയി എന്ന് ഒരിക്കലും തോന്നരുത്. അവർക്കും ഒരു ഇൻസ്പിറേഷൻ അതിലൂടെ ഉണ്ടാവണം. അവരോടൊരു നന്ദി പറയുന്നത് വളരെ നല്ലതാണ്. അടുത്തത്, ഗിഫ്റ്റ് ടു സൺഫ്ലവർ. സൺഫ്ലവർ നിങ്ങൾ ഇന്ന് ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ 2 എണ്ണം കൊടുക്കുക. എന്താണ് അതിന്റെ അർത്ഥം? സൺഫ്ലവർ തിയറി എന്താ പറയുന്നത്? ഇഫ് യു ക്യാൻ ഗിഫ്റ്റ് ടു സൺഫ്ലവർ ആൻഡ് ഷെയർ ദ ബ്യൂട്ടിഫുൾ മീനിങ് ബിഹൈൻഡ് ദം. നമ്മൾ പഠിച്ച ആ ഒരു ബ്യൂട്ടിഫുൾ മീനിങ്, ഞാൻ എന്താണ് ഇതിനകത്തുനിന്ന് അർത്ഥമാക്കുന്നത്? ഏത് ഇരുട്ടുള്ള അവസ്ഥയിലും ഏത് ഒറ്റപ്പെട്ട അവസ്ഥയിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എന്ന ഒരു അർത്ഥം, നീ ഒരിക്കലും ഒറ്റപ്പെട്ടു പോവില്ല എന്നൊരു അർത്ഥം കൊടുക്കുന്ന ആ ഒരു ആശയം കൂടെ അവിടെ കൈമാറുകയാണെങ്കിൽ that will be really beautiful. Be there consistently, show up for them, listen without judgment and remind them that they are not alone. അവർ ഒറ്റയ്ക്കല്ലെന്നും അവരെ ജഡ്ജ്മെന്റോട് കൂടി അല്ലാതെയും കേൾക്കാനും അവരുടെ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് കൂടെ ഉണ്ടാവുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ബി സമ്മൺ സൺഫ്ലവർ. ആരുടെയെങ്കിലും സൺഫ്ലവർ ആവുക. നിങ്ങൾക്ക് സൺഫ്ലവർ ഒരാളായതുപോലെ, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ആയതുപോലെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആവുന്ന സൺഫ്ലവർ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സൺഫ്ലവർ ആയി മാറിയതുപോലെ നിങ്ങൾ മറ്റുള്ളവരുടെ സൺഫ്ലവർ ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യു ക്യാൻ ബി ദ റീസൺ സംവൺ ഫീൽ സീൻ. കണ്ടു എന്ന് പല ആൾക്കാരുടെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. സപ്പോർട്ട് ചെയ്യാൻ പറ്റും. സ്ട്രോങ് ഇനഫ് ടു കീപ് ഗ്രോയിങ്. അവരെ വളരാൻ സഹായിക്കുന്ന ഒരു ഘടകമായിട്ട് മാറാൻ നിങ്ങൾക്ക് സഹായിക്കും. സോ ഇത്രയും കാര്യങ്ങൾ, ഈ 5 പോയിന്റ്സ് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. ബി എ സൺഫ്ലവർ. നിങ്ങൾക്ക് തന്നെ ഒരു സൺഫ്ലവർ ആയിട്ട് മാറുക. സ്മോൾ ആക്ഷൻസ്, ബിഗ് ഇമ്പാക്ട്. വലിയ ഇമ്പാക്റ്റുകളാണ് ചെറിയ ആക്ഷൻസ് കൊണ്ടുവരുന്നത്. ബി ദ ലൈറ്റ് സംവൺ ടേൺ ടുവേർഡ്സ്. നിങ്ങളിലേക്ക് ടേൺ ചെയ്യുന്ന ഒരു സൺഫ്ലവർ ആയിട്ട്, ഒരു ലൈറ്റ് ആയിട്ട് മാറാൻ വേണ്ടി സാധിക്കട്ടെ. ബി എ സൺഫ്ലവർ ഈവൻ ഇൻ ദ ഡാർക്കസ്റ്റ് ടൈം ഐ വിൽ ബി ദർ ഫോർ യു എന്നൊരു ആശയം നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും മനോഹരമായിട്ടുള്ളൊരു കാര്യം വേറെ ഇല്ല. ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷത്തിന്റെ പകുതിയായി എന്നുള്ളതാ. 2 ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷത്തിന്റെ പകുതി കഴിയാൻ വേണ്ടി പോവാ. അപ്പൊ ഒരു മാരത്തോൺ പോലെ ഹാഫ് നമ്മൾ ഓടിക്കഴിഞ്ഞു. നമ്മൾ തുടക്കത്തില് ഈ വർഷത്തിന് ആദ്യം നമ്മൾ എടുത്ത അഫർമേഷൻസും നമ്മുടെ കൂടെ കൂട്ടിയ ആൾക്കാരെയും ഒക്കെ ഒന്ന് അവലോകനം ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. ദ 1 മെസ്സേജ് 1 ഫ്ലവർ 1 പ്രോമിസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ചേഞ്ച് സമ്മൺസ് എൻറ്റയർ ഡേ എന്നുള്ളതാണ്. എൻറ്റയർ ഡേ എന്ന് മാത്രമല്ല, നിങ്ങളുടെ എൻറ്റയർ ലൈഫ്, വേറൊരാളുടെ ലൈഫ് മാത്രമല്ല, നിങ്ങളുടെ ലൈഫിനെയും മാറ്റിമറിക്കാൻ കാരണമാകുന്ന ഒരു കാര്യങ്ങളായിരുന്നു നിങ്ങൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇനിയുമുള്ള ഒരു ഹാഫ് എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? പ്ലാൻഡ് ആയിരിക്കണം. നിങ്ങളുടെ അഫർമേഷൻസിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ? നിങ്ങൾ എഴുതി വെച്ച കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഈ വർഷം തുടങ്ങുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണോ, അല്ലെങ്കിൽ ഞാൻ ചെയ്തു കഴിഞ്ഞോ, ഇതെല്ലാം ചെക്ക് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. സോ നിങ്ങൾ ഒരാൾക്കെങ്കിലും ഒരു സൺഫ്ലവർ ആയിട്ട് മാറുക. നിങ്ങൾക്ക് തന്നെ ഒരു സൺഫ്ലവർ ആയിട്ട് മാറുക. എനിക്ക് ആരും സഹായിക്കാൻ ഇല്ലെന്നുള്ള ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സൂര്യകാന്തി പോലെ ശോഭിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് സാധിക്കട്ടെ. ഇങ്ങനൊരു അവസരം തന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു.